ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ പറയാ, വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഈ ഒരു സ്റ്റേജിൽ എത്താൻ പറ്റിയത്. അതിൽ നമ്മളെ മുന്നിരിക്കുന്ന ഓരോ ലീഡേഴ്സിനും വലിയൊരു പങ്കുണ്ട്. എന്നെ അറിയാത്തവരെ ഒന്ന് ആദ്യം പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിതിൻ സിംഗ്, കോഴിക്കോട് ഒളവണ്ണ സ്വദേശം. ഞാൻ പറഞ്ഞു, ഇതിലുള്ള മുന്നിലിരിക്കുന്ന ഓരോ ലീഡേഴ്സിനും ഇതിൽ വലിയൊരു പങ്കുണ്ട്. അതിൽ എടുത്തു പറയേണ്ടതാണ് അഖില മാഡത്തിന്റെ. ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു റെക്കഗ്നേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാഡത്തിന്റെ ഒരു വാക്ക് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു സിറ്റുവേഷനിൽ ഒരു ചെറുപ്പക്കാരൻ ജോബൊക്കെ വിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ പല സിറ്റുവേഷനിലൂടെ കടന്നു പോകും. അങ്ങനെ ഞാനൊരു സിറ്റുവേഷനിൽ ഇവിടെ ഇരിക്കുമ്പോൾ യാദൃശ്ചികമായി മാഡം എന്നോട് ഒരു കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ്? അതിനു മുന്നേ മാഡത്തിന് എനിക്ക് കൂടുതൽ പരിചയമൊന്നുമില്ല. മാഡം എന്നോട് പറഞ്ഞു, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും നിനക്കിപ്പോ, പക്ഷെ പിടിച്ചു നിന്നോ, രക്ഷപ്പെടും. എപ്പോഴും എന്ത് ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ഒരു വാക്കാണ് എൻ്റെ മൈൻഡിൽ വരിക. അപ്പം അതിന് എത്ര നന്ദി പറഞ്ഞാലും മാഡത്തോട് മതിയാവില്ല. അതുപോലെ തന്നെ നമ്മളെ ഗ്രേറ്റ് ലീഡർ, നമുക്ക് ഈ ഒരു ആശയം പ്രസ്ഥാനം ഏൽപ്പിച്ചു തന്ന നമ്മൾ ലീഡേഴ്സ്, ആരും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതിലെടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ എന്നുള്ളത് ജയ്സൺ സാറാണ്. എൻ്റെ അച്ഛൻ, അദ്ദേഹമാണ് എന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നത്. ഈ ഒരു എൻ്റെ ലൈഫിൽ മൊത്തം അച്ഛൻ എനിക്ക് വേണ്ടി നല്ല തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ഓപ്ഷൻ തരുമ്പോൾ ഞാൻ വളരെ എന്താ പറയാ വിഷമത്തോടെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഏറ്റെടുത്ത് തുറന്നു പറയാലോ എന്നെ കൊണ്ടിട്ടെന്ന് പറയാൻ എല്ലാ ചെറുപ്പക്കാരും ചിന്തിക്കുന്ന പോലെ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയില്ല. അവർക്ക് അറിയില്ല ഇതിനെ കുറിച്ച്. എല്ലാവരും നമ്മുടെ വിനോദ് സാർ പറഞ്ഞ ക്യുക്ക് മണീനെ പുറകെ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതിന്റെ സാധ്യത മനസ്സിലാക്കി തന്നു. ഞാൻ പറഞ്ഞു, നന്ദി എടുത്ത് പറയേണ്ട തന്നെയാണ്. കാരണം ഈ മേഖല വന്നപ്പോൾ പോലും ഞാൻ ഇതിലൂടെ ഓരോന്ന് നേടിയെടുക്കുമ്പോൾ, പക്ഷെ ഞാൻ 3 കൊല്ലമായി ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് അച്ചീവ്മെന്റ് വളരെ ലേറ്റ് ആകാൻ കാരണം ഇതിൽ വന്നിട്ട് പോലും ഞാൻ ഇതിൽ ആക്റ്റീവ് ആയില്ല. പക്ഷെ ആക്റ്റീവ് ആക്കാനും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇദ്ദേഹം തന്നെയാണ്. കാരണം അദ്ദേഹം അങ്ങനെയാണ് ഈ ബിസിനസ്സിനെ ഏറ്റെടുത്തത്. ആൺകുട്ടികൾക്ക് എപ്പോഴും റോൾ മോഡൽ അച്ഛൻ തന്നെയാണ്. അപ്പം ഞാൻ ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ ആയി അച്ഛൻ്റെ ഓരോ ആഗ്രഹങ്ങൾ നേടിയെടുക്കുമ്പോൾ അദ്ദേഹം പറയും, നിനക്ക് എന്നോട് എന്തെങ്കിലും ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും തീർക്കണം അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ചീവ്മെന്റ് ആയി കാണിക്കുക. ആ ഒരൊറ്റ വാക്കിലാണ് ഞാൻ സ്റ്റാറും ഗോൾഡിലും എത്തിപ്പോയത്. പക്ഷെ ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി എടുത്ത് പറയുന്നു, ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇപ്പം ഈ ഒരു റൂമിൽ ഇരിക്കുമ്പോൾ പോലും ചെറുപ്പക്കാരൻ നിങ്ങൾ കാണുന്നുണ്ടോ? നമുക്ക് തിരിഞ്ഞു നോക്കൂ. എന്തുകൊണ്ട്? അവർക്ക് വരുമാനം ഉണ്ടോ? നല്ലൊരു ജോബ് കിട്ടാനുണ്ടോ? എന്നിട്ടും എന്തുകൊണ്ട് ചെറുപ്പക്കാരെത്തുന്നില്ല? അപ്പം എനിക്ക് ആ ഒരു വഴികാട്ടി എൻ്റെ അച്ഛൻ ഉണ്ടായി. ഇതുപോലെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ടെൻഷനും പ്രഷറും ഒക്കെ അനുഭവിച്ചു. സത്യമാണ്. കാരണം എൻ്റെ കൂടെ പഠിച്ചിറങ്ങിയ ആൾക്കാർ പല മേഖലയിൽ ഐഡിയ ആയിട്ടുണ്ട്. അവരുടെ ലൈഫ് എങ്ങനെ പോകണം എന്നുള്ളത് അവരോട് ചോദിച്ചാൽ മതി. എനിക്ക് ഒരു പക്ഷേ ഞാൻ 3 കൊല്ലം ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ മോണിറ്ററിന്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോകും. പക്ഷെ ഇപ്പം എൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ ലൈഫ് എൻജോയ് ചെയ്ത് ഒരുപാട് സ്ഥലത്ത് വർക്ക് വളരെ സന്തോഷം ഉണ്ടാകും. പറയാം, ഞാൻ നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് 100% അതിനോട് നീതി പുലർത്തിക്കൊണ്ടാണ് ഇപ്പം എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അതിന് സപ്പോർട്ടായ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ആർസിഎം ബിസിനസ്. എല്ലാവരും ബെസ്റ്റിലിരിക്കാന്ന് പറയാം. ഈ നേരത്തെ കൂടുതൽ പറയാനില്ല, പറയാനാണെങ്കിൽ ഒരുപാടുണ്ടാവും. സത്യമാണ്. കാരണം നിങ്ങൾക്കൊക്കെ ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി, ഫിനാൻഷ്യൽ ഫ്രീഡം, ടൈം ഫ്രീഡം, അതിനോട് നീതി പുലർത്തുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേറെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. ഇത്രയും പറയാനുള്ളൂ. താങ്ക് യു. ചെയ്യാം.